ഭാര്യയെ കാണാനാണോ സാറേ കിടന്ന് ഓടുന്നത്? അവരുടെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അത് ശരി, അപ്പൊ ഇത് അവള് കൊണ്ടുവച്ചതാണല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ അസുഖം മാറി പോകുമ്പോ ബൊക്കെ കൊടുക്കലൊക്കെ ഒരു പതിവായിരിക്കുമെന്ന്. പിന്നെ ഡോക്ടർ ഒന്ന് ഓടാനും പറഞ്ഞു. സാറ് കിടന്ന് ഉരുളുകയൊന്നും വേണ്ട. ഈ അന്നമ്മ കൊറേ കണ്ടതാ. ഭാര്യ കൊണ്ടു തന്ന ബൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാമെങ്കിൽ ഭാര്യ ഇതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാം. ആരും ഒന്നും പറയത്തില്ല. ആ സാറേ, പോകുന്നതിന് മുൻപേ ആ ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. ഈ കുൽക്കർണി ആരാ? ബ്രഹ്മാവോ? അങ്ങേർക്ക് ഈ കാര്യത്തിൽ വല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ. എനിക്കൊരു കുഴപ്പമില്ല. എന്ത് ഞാൻ സഹിക്കും. എന്റെ ആണത്തത്തെ തൊട്ട് കളിക്കരുത്. സകല ബില്ലും സാറിന്റെ ഭാര്യയെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് പോകാനൊരു ആംബുലൻസും കൂടി അവർ സംഘടിപ്പിച്ചു തന്നാൽ ഭംഗിയായി. ആരാണ് സാറേ സാറിന്റെ ഇത്രയും സ്നേഹമുള്ള ആ ഭാര്യ? ഈ പൂക്കളാണ് സത്യം. എനിക്കും ഇപ്പൊ അവളെ കാണുന്നുണ്ട്. അതവളാടാ. ഏതവള്? ആരെ രക്ഷിക്കാൻ വേണ്ടി വയറിനിട്ട് ഞാൻ കുത്തുവാങ്ങിയോ അവളാണ് ഇതൊക്കെ ചെയ്തത്. കുത്തുകൊണ്ട് ബോധം പോയി എന്നെ രക്ഷിച്ചതും മറഞ്ഞു നിന്ന് സഹായിച്ചതും ഒക്കെ അവളാ. നേര് പറയാലോ, ഇപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. അവളീ കളി കളിച്ചില്ലല്ല, അവൾ രക്ഷപ്പെട്ടു എന്നറിഞ്ഞല്ലോ. അത് തന്നെ വലിയ സമാധാനായി. ഇതും അവർ കൊണ്ടുവച്ചതാ? ഇത് മാത്രമല്ല, ദാ എന്റെ ബ്രീഫ് കേസും തിരിച്ചു കിട്ടി. പക്ഷെ അവളൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് അവള് പൊക്കളഞ്ഞു. നീ എന്നോട് ആലോചിക്കുന്നു? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. പടച്ചോൻ കാണിച്ചു തരുന്ന ഓരോ വഴികളെ സാറിന് കാണിച്ചു തരുന്ന ഈ വഴി കണ്ട് നാളെ രണ്ടും കൽപ്പിച്ച് ഞാനും ഏതെങ്കിലും ഒരു പെണ്ണിനെ രക്ഷിച്ചു നോക്കിയ അവൾ വലിയ പണക്കാരിയായിരിക്കും. എനിക്കിതുപോലെ ബൊക്കയും കത്തുവും തന്നില്ലെങ്കിലും എന്തെങ്കിലും അറിഞ്ഞ് സഹായിച്ചാ മതിയായിരുന്നു. എന്റെ കുടുംബം രക്ഷപ്പെട്ടേനെ. സാറിന് വിഷമമുണ്ടല്ലേ? സാരമില്ല, ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞ പോലായി. ഇനി താലി കെട്ടേ ബാക്കിയുള്ളൂ. നമുക്ക് അവളെ തപ്പാം. ഈ ബോംബെയിൽ അവൾ എവിടെ പോയി തപ്പാനാ? എനിക്ക് അവളുടെ ഒരു കാര്യം അറിഞ്ഞൂടാ. വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഞാനും ഇത്തിരി വൈകി. കണ്ടിട്ട് പോയാ മതി എന്ന് കുട്ടിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ആ ബൊക്കയും പിടിച്ച് കുട്ടിയെ നോക്കി വരാന്ത മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. പാവം സ്നേഹ കുട്ടി. കുട്ടിയോട് നല്ല സ്നേഹമുണ്ട്. അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട്. ആ മുഖം കണ്ടാൽ അറിയാം. ഇവിടുത്തെ ഒരു ഡോക്ടർ കുൽക്കർണിയെ പറ്റി ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? അബദ്ധവശാൽ ഞാൻ ആ കാര്യം കുട്ടിയുടെ ഭർത്താവിനോടും പറഞ്ഞു നാവെടുത്തില്ല. എന്റെ നേരെ ചാടിക്കയറി. പിന്നെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാം, അത് സിസ്റ്റർ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഒന്നും പറയണ്ട. തെറ്റ് നമ്മുടെ ഭാഗത്താ. എത്ര വന്നാലും എന്തെല്ലാം പ്രശ്നം കുടുംബത്തിലുണ്ടായാലും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യണം. എന്നാലേ കുടുംബത്തിനൊരു ഉറപ്പുണ്ടാവൂ. കുട്ടിക്കറിയാവോ, 14 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല. നേഴ്സുമാർക്കൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ടേ? ഒരു നല്ല മനുഷ്യൻ. സാറേ, ചായ റെഡി, ചായ റെഡി. ഈ സ്നാക്സ് നീ വേഗം വർമ്മയ്ക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോ പോയി ഇതുവരെ വന്ന സകല മെസ്സേജും കളക്ട് ചെയ്യണം. സാറിന് സ്റ്റുഡിയോയിലേക്കുണ്ടോ? ഇല്ലടാ, തീരെ വയ്യ. 1-2 ദിവസം റെസ്റ്റ് എടുക്കുന്നതാ ബുദ്ധി. ശരീരം പെട്ടെന്ന് അനങ്ങണ്ട. ദേഹം അനങ്ങാതെ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? ഇതൊക്കെ ഒരു സമയദോഷം, അത്രേ ഉള്ളൂ. സമയദോഷം എന്ന് പറയാൻ പറ്റൂല. എന്തെങ്കിലും കാണാതെ പടച്ചോ വയറിനിട്ട് കുത്തുവോ? ഒരു ദൈവാനുഗ്രഹം ആവാനാണ് സാധ്യത. നമുക്ക് അവരെ ഒന്ന് തപ്പണ്ടേ? ആരെ? സാറിന്റെ ആ ഭാര്യയെ. അതൊന്നും ഇനി തപ്പണ്ട. അത് ഡൈവേഴ്സായെന്ന് വിചാരിച്ചാ മതി. ഇതേതാ കത്ത്? അമ്മ എനിക്ക് കവറിൽ എഴുതാറില്ലല്ലോ. മായാ സുരേന്ദ്രൻ. ഇതാരടാ അത്? ഇനി ഹോസ്പിറ്റലിലെ നഴ്സ് സാറിന്റെ സൗന്ദര്യം കണ്ടിട്ട് എഴുതിയ പോലെ ലവ് ലെറ്ററോ മറ്റോ ആണോ? എന്റെ പ്രിയപ്പെട്ട മോളെ, നീ ഈ മുത്തച്ഛനെ മറന്നോടി. വളരെ കാലത്തിന് ശേഷം ഈ മുത്തച്ഛന്റെ പിറന്നാളിന് എന്റെ പൊന്നുമോള് വന്നില്ല. ബോംബെയിൽ ഇത്രയും തിരക്ക് പിടിച്ച ജോലിയാണോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് വാ. നിനക്ക് 1 മാസം കിട്ടുന്ന ശമ്പളം ഇവിടത്തെ തെങ്ങിന് ഒരാഴ്ച ഇടുന്ന വളം വാങ്ങാൻ തികയില്ല. നിനക്കും നിന്റെ 2 തലമുറയ്ക്കും മേലനങ്ങാതെ കഴിയാനുള്ളത് ഇവിടെ ഉണ്ട്.
ആഗ്രഹിക്കുന്ന സമയത്ത് മോളെ അടുത്ത് കാണാൻ കഴിയാതെ മുത്തച്ഛൻ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? ഈ കത്ത് കിട്ടി ഉടനെ മോള് വരണം. മുത്തച്ഛനും മോളെ കണ്ടേ പറ്റൂ. അതാരാ സാറേ? ആ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു മുത്തച്ഛൻ. വാടക ചീട്ടും കൊടുത്ത് ഞാൻ ആളെ അയച്ചാൽ വാടക കൊടുക്കണം. അല്ലാതെ തർക്കുത്തരം പറയാനല്ല ഞാൻ തനിക്ക് വീട് വാടകയ്ക്ക് തന്നത്. അച്ഛൻ എന്തിനാ ഈ വാടകയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത്? അതിന് ഞാനില്ലേ, അല്ലെങ്കിൽ ഏട്ടനില്ലേ? സ്വന്തം തന്തയെ ഉപ്പും മുളകും തേച്ച് നാലായിട്ട് മടക്കി വിഴുങ്ങാനല്ലേടാ നീയൊക്കെ മക്കളായി ജനിച്ചത്. ഈ കോയയുടെ വാടക എന്താടാ കണക്കിൽ വരാത്തത്? മൂപ്പിൽനായുടെ പിറന്നാൾ ദിവസം ഞാൻ വാടക കൊണ്ട് തന്നപ്പം അന്നേ ദിവസം കൈ തെറ്റൊന്നും വാങ്ങൂലെന്ന് മൂപ്പിൽനാരല്ലേ പറഞ്ഞേ? അല്ല അത് മറന്നോ? നിന്റെ പേരെന്താണ് പറഞ്ഞത്? കോയ, കരിപ്പൂര് കോയ. താൻ കരിപ്പൂർ കോയയാണെങ്കിലേ ഞാൻ തിരുപ്പൂർ നായരാ. ആ ദിവസം ഒന്നും കൈനീട്ടി വാങ്ങുകയല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനടുത്ത ദിവസം ഞാൻ കൈനീട്ടും. കരിപ്പൂർ കോയയ്ക്ക് മനസ്സിലായോ? ഇന്ന് വൈകുന്നേരത്തോടെ ഇവന്റെ വാടകന്റെ കണക്ക് പുസ്തകത്തിൽ കാണണം. അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിന്റെ മുകളിൽ ഇവന്റെ താക്കോല് കാണണം. ഇതാരുടെ താക്കോലാടാ? കോയയുടെ താക്കോലല്ല, എന്റെ താക്കോലാണ്. ഈ താക്കോലും പിടിച്ച് അച്ഛന്റെ കാര്യങ്ങളും നോക്കി ഞാൻ ജീവിതം തുടങ്ങിയിട്ട് വർഷം കുറയായി. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ താക്കോലിന്റെ പല കൂടപ്പിറപ്പുകളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ പോയതോടെ പലതും മേട്ടന്റെ കയ്യിലായി. ഒന്ന് രണ്ടെണ്ണം കമലാക്ഷിയുടെയും സഹദേവന്റെയും കയ്യിലായി. ചിലത് അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങി. ഈ താക്കോലും കണക്ക് പുസ്തകവും അന്നേ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മരിക്കാൻ നേരത്ത് എന്റെ പെറ്റമ്മ എന്നെ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞു. ഇല്ലേടി? എന്ത് സ്വകാര്യം? എന്ത് തന്നെ വന്നാലും എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അല്ലേടി? അച്യുതൻകുട്ടിയേട്ടനെയും കമലാക്ഷിയെയും അളിയനെയും അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അതാ അവരോട് പറയാതെ എന്നോട് പറഞ്ഞത്. അച്ഛനെ നമസ്കരിക്കടി. എന്തുവാ ഇത്? എന്റെ പൊന്നെ അച്ഛൻ വിശ്വസിക്കല്ലേ? എന്റെ പൊന്നച്ച, ഈ കേട്ടത് മുഴുവൻ കള്ളത്തരമാണ്. എന്താ ഇത്? എല്ലാരും കൂടെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഇവൻ എങ്ങനെയാ പറയുന്നത്? ഇവനേക്കാളും 4 കൊല്ലം മുമ്പ് അമ്മയെ കണ്ടവനാ ഞാൻ. അളിയോ, എന്നോടും തങ്ങളോട് വേണ്ടായിരുന്നു. ഇത്രയും വിഷം അച്ഛന്റെ മനസ്സിലേക്ക് ഓടി ഒഴിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? ആദ്യം ജനിച്ചാലും ശരി, അവസാനം ജനിച്ചാലും ശരി, അച്ഛനും അമ്മയ്ക്കും മക്കളെല്ലാം ഒരുപോലെ തന്നെയാ. അച്ഛനെ നോക്കാൻ വേണ്ടിട്ടല്ലേ സ്വന്തം വീട് വിട്ട് ഞങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടല്ലേ പെങ്ങൾ അളിയൻ ഇവിടെ വന്ന് താമസിക്കുന്നത്? അപ്പൊ താനോ? ഞങ്ങൾക്ക് കിട്ടിയ വീടിന് നല്ല ഉറപ്പ് പോരാ. അതൊന്ന് കെട്ടിപ്പോക്കണം, അല്ലാതെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്? അല്ലേടി? അതെ. ഉറപ്പ് പോരെങ്കിൽ പിന്നെ എന്തിനാണ് അത് എഞ്ചിനീയർക്ക് വാടകയ്ക്ക് കൊടുത്തത്? എഞ്ചിനീയർക്ക് ആ ഉറപ്പ് മതിയെന്ന് പറഞ്ഞു. എനിക്കിത് പോരേട്ടാ. കൊച്ചക്കൻ പറയുന്ന കളവാണച്ചാ. അച്ഛനത് വിശ്വസിക്കരുത്. മരിക്കുന്നവരെ അമ്മയുടെ തലക്കിലിരുന്ന് നാമം ചോദിച്ചാൽ ഞാനാ. ആ നാമജപം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അമ്മ വേഗം പോയത്. കൊച്ചക്കൻ ഞാൻ ഇത് കേട്ടില്ലേ അച്ഛാ? അമ്മയെ ഞാൻ പൊന്നു പോലെയാ നോക്കിയത്. അവസാനത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വാസുണ്ണിയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വാസുണ്ണിയെ കൊണ്ടുവന്ന് അമ്മയുടെ കാൽക്കൽ നമസ്കരിപ്പിച്ചു. കിടന്നുകൊണ്ട് കൈനീട്ടി വാസുണ്ണിയുടെ നെറുകയിൽ തൊട്ടമ്മ അനുഗ്രഹിച്ചു. ഓനെ വാസുണ്ണി, നിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ നോക്കിക്കോളൂ എന്ന് അമ്മ പറയുകയും കൂടി ചെയ്തു. എന്താ മരണം കിടന്ന് ശ്വാസം വലിക്കുന്ന അമ്മ എങ്ങനെയാ കാല് പിടിച്ച് നിൽക്കണ വാസുണ്ണിയുടെ നെറുകയിൽ തൊടുന്നത്? കൈക്ക് ഇത്ര നീളുണ്ടാവും. എന്റെ അമ്മ ആരോ കിങ്കോ മരം കൊടു. മതി, നിർത്ത്. ആരെ ബോധിപ്പിക്കാനാ നിങ്ങൾ ഇങ്ങനെ തമ്പി തല്ലുന്നത്? എന്നെ ബോധിപ്പിക്കാനോ? ഒന്നായിട്ട് കട്ടുമുടിക്കാതിരിക്കാനാ എല്ലാം ഒരു കള്ളനെ ഏൽപ്പിക്കാതെ പല കള്ളന്മാരെ ഏൽപ്പിച്ചത്. അങ്ങനൊരു ബുദ്ധി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ കള്ളനായതുകൊണ്ടാ. നിന്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ തനി തന്തക്കള്ളൻ. ഹാവൂ, ഇപ്പോഴെങ്കിലും രണ്ടുപേരെ ഒന്നിച്ചൊന്ന് കണ്ടല്ലോ. പിണക്കൊക്കെ തീർന്നോ? ആ ഏതാണ്ടൊക്കെ ഒന്ന് തീർപ്പായി. ശരിക്കും പറഞ്ഞ സിസ്റ്ററാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത്. ഡോക്ടർ കുൽക്കർണിയെ പറ്റി പറഞ്ഞപ്പോ മുതല് സിസ്റ്റർ ഒരു പ്രസന്റേഷൻ തരണമെന്ന് ഇവിടുന്ന് പോയപ്പോ മുതൽ ഞാൻ വിചാരിക്കുന്നതാ. ഈ ഷോളും ഞാൻ വാങ്ങിയതാ. ഇത് ഞാനൊരു സമ്മാനമായി തന്ന സ്വീകരിക്കാൻ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, സ്നേഹം കൊണ്ട് തരുന്നതല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങള് ഡോക്ടർ കുൽക്കർണിയെ കണ്ടു അല്ലേ? അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുമുണ്ട്. പ്രസവം ഇവിടെ തന്നെ വേണം കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ. എന്താ കുട്ടി ഇത്? കുൽക്കർണിയെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത്. അദ്ദേഹം പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. സിബ്
ഫ്രണ്ടിന്റെ വാതിലടക്ക്. എന്തേ? അതില്ല കൊളുത്തുപോയി. അവരാ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പാന്റ് അഴിക്കുന്നുണ്ട്, എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട്. അവനെ ഇവിടെ വെച്ച് പിടിക്കണോ അതോ പുറത്ത് വെച്ച് പിടിക്കണോ? ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. എന്നാലും നേരിട്ട് ഏറ്റുമുട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് വേണം. അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല, ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല. എന്തേ? അവർ ആ നേഴ്സിന്റെ മുറിയിൽ കാണും. ഇഞ്ചക്ഷൻ റെഡിയാണോ? റെഡി. റെഡി. जल्दी करो. ये ऑपरेशन करने वाला पेशेंट को इस कोने पे किसने छोड़ दिया? क्या तो? മുസ്തഫ, ഞാൻ പിന്നാപ്പറഞ്ഞത് അവനെ കെട്ടിപ്പിടിക്കണം. ഉടൻ നീ മുന്നാക്കം വന്ന് അവനെ ക്ലോറോഫോം മണപ്പിക്കണം. ബഹളം വെച്ചാൽ ആൽബർട്ടോ ഇഞ്ചക്ഷൻ കൊടുക്കണം. കറക്റ്റ്. എന്നിട്ടോ എന്നിട്ട് ഈ കെട്ടഴിച്ച് അവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചറിൽ കിടത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാ പെണ്ണോ ഓളെ കാണാനില്ല. ഒരു കൈ സഹായത്തിന് 5-6 ഗുണ്ടകളെ പറഞ്ഞുവിടാമെന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നു. 1.5 കൊല്ലത്തെ ജയിൽ ശിക്ഷയൊന്നും ഒരു പ്രശ്നമല്ല തലവരെ. അത് പിന്നെ സഹിക്കാം. ആ നേഴ്സ് തല ചൂടുകൾ ഒഴിച്ചു. അയ്യോ, അതാ സഹിക്കാൻ വയ്യാത്ത. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞ് കാണാം. കുറെ കാലമായില്ലേ നിങ്ങൾ ലീവ് ചോദിക്കുന്നു. ഞാൻ 1.5 കൊല്ലം ലീവ് തന്നോന്ന് വിചാരിച്ചാ മതി. ഇതാ കൂട്ടത്തിൽ കൂട്ടില്ല. തിരിച്ചു വന്ന ലീവ് വരാനോളണം. ട്രാൻസ്പോർട്ടിന്റെ കാര്യമില്ല പറഞ്ഞോ. അവനെ ആള് മാറി തല ഓപ്പറേറ്റ് ചെയ്തു പോയി. ഇനി അവനെ നോക്കണ്ട മക്കളെ. കാറ്റ് പോകാതെ കിട്ടിയ ഭാഗ്യം. ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വയറിംഗ് ഒന്നും ശരിയല്ല. ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു മിക്സിയോ ഗ്രൈൻഡറോ ഓൺ ചെയ്താൽ മതി, ഉടനെ കറണ്ട് ആവിയാവും. പിന്നെ ഫ്യൂസ് കത്തി പിടിച്ചിടണം. ഞാനുണ്ടാക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നമുക്ക് ഇത്രയും വിളിച്ചും പോരെ? മതി, ധാരാളം മതി. ചെറുപ്പം മുതലേ ഞാൻ നല്ലൊരു കുക്ക. ഞങ്ങളുടെ വീടിനടുത്ത് സൗദാമിന്റെ പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവക്ക് വേണ്ടിയാ ഞാൻ ആദ്യത്തെ പലഹാരം ഉണ്ടാക്കിയത്. എന്ത് പലഹാരം അന്ന് ഉണ്ടാക്കിയത്? മണ്ണപ്പം. മണ്ണ് ചിരട്ടെ കോരിയെടുത്ത് നന്നായി അമർത്തി നിലത്തടിച്ച് ഒരു കല്ലെടുത്ത് 2 തട്ട് തട്ടിയ മണ്ണപ്പം അങ്ങനെ ചൂടോടെ നിൽക്കും. മനസ്സുകൊണ്ട് അതിലിത്തിരി ചമ്മന്തിയും 2 കല്ലുപ്പും ചേർത്ത് ഞെരിച്ചങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, എന്താ രസം അറിയോ? ആരാ ഈ സൗദാമിനി? അവർക്കിപ്പോ എന്റെ പ്രായത്തിലുള്ള മക്കളുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഡോക്ടർ കുൽക്കറിനെ കാണേണ്ട ആവശ്യം വന്നിട്ടില്ല. ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് സൗദാമിനി. വലിയ തറവാട്ടിൽ പിറന്നിട്ടും എന്റെ കുട്ടിക്കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഒരു ഓർമ്മയുള്ളൂ. മുത്തശ്ശിയുടെ താരാട്ടും മുത്തച്ഛന്റെ കൽപ്പനകളും എന്തിനും ആർത്തി കാണിക്കുന്ന ഒരു കൂട്ടം കുടുംബക്കാരും. 3-ാം വയസ്സിലെ പട്ടാളത്തിൽ ചേർന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ എന്നെ നോക്കിയാ മതി. എനിക്ക് തറവാട് ഒരു പട്ടാള ക്യാമ്പ് പോലെയായിരുന്നു. മുത്തച്ഛൻ എന്നെ ജീവനാ. സ്നേഹിക്കാൻ മാത്രമല്ല, കൊല്ലാനും മുത്തച്ഛനെ നന്നായി അറിയാമെന്ന് എല്ലാവരും പറയാറ്. മായ എന്താ മുത്തച്ഛനെ കാണാൻ പോവാത്തെ? പോവണമെന്ന് എപ്പോഴും തോന്നും. പക്ഷേ സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന ബന്ധുക്കളെ ഓർക്കുമ്പോ പോവാൻ തോന്നില്ല. എല്ലാവരെക്കാളും മുത്തച്ഛൻ എന്നെയാണ് വിശ്വാസം, സ്നേഹവും ഒക്കെ. ഞാൻ എന്തിനെങ്കിലും എതിര് നിന്നു എന്നറിഞ്ഞ മുത്തച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മുത്തച്ഛൻ അറിഞ്ഞുകൊണ്ട് മുത്തച്ഛന്റെ സമ്മതത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതവും എനിക്കുണ്ടാവില്ല. ഞാൻ എന്താ ചെയ്യാ? ജീവിതവും പറ. കുട്ടിക്കാലം മുതൽ എനിക്ക് സ്നേഹവും വാത്സല്യവും തരാൻ ഒരു
ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മുത്തശ്ശൻ. ഞാൻ കാരണം മുത്തശ്ശൻ വേദനിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. മുത്തശ്ശൻ എപ്പോഴും പറയും എന്നെ മുത്തശ്ശനെ ഏൽപ്പിച്ചാണ് എന്റെ അമ്മ പോയതെന്ന്. മുത്തശ്ശിക്കും ഉണ്ടായിരുന്ന ഓരോ ആഗ്രഹങ്ങള്. ഞാനൊരു വലിയ ബിസിനസ്സുകാരനെയോ ഉയർന്ന ഉദ്യോഗസ്ഥനെയോ വിവാഹം കഴിക്കണം, സ്വത്തുക്കളിൽ കുറെ ഭാഗം എന്റെ പേരിൽ എഴുതി വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. ശ്വാസം മുട്ടിയപ്പോഴാ ഒരു ജോലി കിട്ടിയതും ഇങ്ങോട്ട് വന്നതും. ചുരുക്കി പറഞ്ഞ മുത്തച്ഛന്റെ കാറ്റ് വീഴുന്നവരെ മായയുടെ കാര്യം മഹാകഷ്ടാണല്ലേ. നിന്റെ മുത്തച്ഛന് വാത്സല്യം കൊണ്ടുള്ള പ്രാന്ത. നമ്മൾ സ്നേഹിച്ചാലോ വിവാഹം കഴിച്ചാലോ കുൽക്കർണിയോ കണ്ടാലൊന്നും നിന്റെ മുത്തച്ഛന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കും. ആ നിമിഷം മുത്തച്ഛൻ മരിക്കും, എന്നെ ശപിച്ചു മരിക്കും. ഞാനാണ് മുത്തച്ഛനെ കൊന്നതെന്ന് എല്ലാരും പറയും. പിന്നെന്താ ചെയ്യാ? ഇത്രയൊന്നും ഭ്രാന്തില്ലാത്തൊരു അമ്മ എനിക്കുണ്ട്. എന്റെ അമ്മ മലയാളിയല്ല, ഗുജറാത്തിയാ. അച്ഛൻ റെയിൽവേയിലാ, നാരായണ മേനോൻ. ഇപ്പൊ ഒറീസല. അവരുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് ഞാനും ജനിച്ച് എനിക്ക് 11 വയസ്സുള്ളപ്പോഴാ അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം തന്നെ അമ്മയുടെ വീട്ടുകാരറിയുന്നത്. എന്നേക്കാ വലിപ്പമുള്ള മീശയും വെച്ച അന്ന് അമ്മയുടെ ഏട്ടന്മാര് നടന്നിരുന്നത്. അന്നെങ്ങാനും സത്യം അറിഞ്ഞ് അച്ഛനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവരച്ഛനെ കൊന്നു കളയുമായിരുന്നെന്ന് അമ്മ ഇപ്പോഴും പറയാറുണ്ട്. അമ്മയുടെ ഒരു മിടുക്കൊണ്ടാ അന്ന് അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. നമുക്കും ആ പാരമ്പര്യം പിന്തുടർന്നാലോ? നിന്റെ സ്വത്തൊക്കെ അവർ തിന്നട്ടടി. നിനക്ക് സ്വത്ത് വേണമെന്നുണ്ടോ? പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ മുത്തച്ഛനെ കാണണം. കണ്ടോ? പോയി കണ്ണു നിറച്ച് കണ്ടിട്ട് തിരിച്ചു വന്നോ? എനിക്കവിടെ വേറെ കല്യാണം ആലോചിച്ചാലോ? അത് ആലോചിക്കുമ്പോഴല്ലേ നല്ലതാണെങ്കിൽ നമുക്ക് അതൊന്ന് നടത്താന്ന്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാല്ലേ? ആദ്യം ഒരു പ്രണയം, പിന്നൊരു താലികെട്ട്, അത് കഴിഞ്ഞ 1-2 കുഞ്ഞുങ്ങളും, പിന്നെ ആർക്കും പിരിക്കാനാവാത്തൊരു ഹൃദയബന്ധം. എന്താ അതുപോലെ? ആരാ നിന്റെ നാട്ടിലൊരു വാസുണ്ണി? ചെറിയമ്മയുടെ മോനാ. എന്തേ, അവനെന്തെങ്കിലും പറ്റിയോ? അവനൊന്നും പറ്റിയിട്ടില്ല. അവന്റെ വക നിനക്കൊരു ടെലഗ്രാം വന്നിട്ടുണ്ട്. ഡിയറസ്റ്റ് മായ, മുത്തച്ഛൻ ബിക്കെയിം ഡെഡ് ബോഡി. വാസുണ്ണി വെയിറ്റിംഗ് ഫോർ മായ. എന്റെ ഈശ്വര, എന്റെ മുത്തച്ഛൻ എന്ത് പറ്റി? മുത്തച്ഛൻ ബിഖയും ഡെഡ് ബോഡി എന്ന് വെച്ചാ മുത്തച്ഛൻ മടിയായി, അതായത് മുത്തച്ഛൻ മരിച്ചു. അയ്യോ, എന്റെ മുത്തച്ഛൻ. എനിക്ക് മുത്തച്ഛനെ കാണണം, എനിക്ക് ഇപ്പൊ പോണം. നീ കിടന്ന് വെള്ളം വെക്കാതെ. മുത്തച്ഛനല്ല, ഏത് ദേവേന്ദ്രനായാലും ജനിച്ച ഒരു ദിവസം വടിയാവൂലേ? നമുക്ക് അങ്ങോട്ട് പോവാൻ ചെയ്യട്ടെ, ഉടനെ പോവാം. നമ്മളെ രണ്ടാളെ ഒന്നിച്ച് കണ്ട വടിയായ മുത്തച്ഛൻ നരിയാവുന്നു നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതിന് സാറിനെ മോളെ ആരും കാണാൻ പോലെ. സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു, ചേച്ചി മാത്രം അവിടെ ഉള്ളവർ കാണുന്നു. അങ്ങനെ നോക്കുന്നു, ചിന്തിച്ചു. അതെ, അങ്ങനെ മതി. എനിക്കൊന്ന് മുത്തച്ഛനെ കണ്ടാ മതി. സാർ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ കടന്നു പൊരിയും. നമ്മൾ എങ്ങനെയാണെന്ന് പോവാ? സമയത്തിന് ഇവിടെ എത്തണമെങ്കിൽ വല്ല വിമാനത്തിലും കയറി പറക്കണം. എന്നാ നീയും വാ, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇവളില്ലാതെ മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാന്? അത് ഞാനേറ്റു. സാറിന്റെയും ചേച്ചിയുടെയും കൂടെ ഏത് അന്റാർട്ടിക്കയിൽ വേണമെങ്കിലും ഞാൻ വരാം. നമുക്ക് 3 പേർക്കും ഓരോ ഫുൾ ടിക്കറ്റും മോൾക്കൊരു കുട്ടി ടിക്കറ്റും എടുത്ത് നമ്മളിപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ എന്റെ ഉള്ള ബാങ്ക് ബാലൻസും പറക്കുമല്ലോ കൃഷ്ണ. ഈ മുത്തച്ഛനെ മരിക്കാൻ കണ്ടൊരു നേരം. പോവാം. ബാങ്ക് പൊളിഞ്ഞാലും ശരി, നമുക്ക് പോവാം. ചേച്ചി കരച്ചിലെടുത്ത് നമ്മളത് പറക്കിയായി. എടാ വാസുണ്ണി, എന്റെ 2 കാലും അവിടെ തന്നെ ഉണ്ടോടാ? കാലൊക്കെ അങ്ങോട്ട് വീർത്ത് നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അവിടെ എന്താടാ ഒരു ബഹളം കേൾക്കുന്നത്? അത് അച്ഛനും അമ്മയും എല്ലാരും കൂടി താഴ്ത്തിരുന്ന് മുത്തച്ഛൻ അഥവാ മരിച്ച ഏത് മാവാ മുറിക്കേണ്ടെന്ന് ചർച്ച ചെയ്യാ. വല്യച്ഛന്റെ പറമ്പില് മാവ് വെട്ടാന്ന് പറഞ്ഞപ്പം വല്യമ്മാവൻ അച്ഛനോട് ചൂടായി. കഴിഞ്ഞ പ്രാവശ്യം അതിന് 2000 മാങ്ങ കിട്ടിയിത്രേ. എന്നിട്ട് ഏത് മാവാടാ മുറിക്കുന്നേ? അമ്മയുടെ പറമ്പിലെ ആ ഉണക്കമാവ്. മുത്തച്ഛൻ മരിച്ചാൽ അത് അമ്മ എല്ലാവർക്കും കൂടി വിൽക്കും. അത് വെട്ടി മുറിച്ച് മുത്തച്ഛനെ. മതി, നിർത്താ. ഞാനൊന്ന് വീണുന്നും പറഞ്ഞു ഓരോരുത്തര്. നീ മായയ്ക്ക് ആരും അറിയാതെ കമ്പി അടിച്ചോടാ. അടിച്ചു മുത്തച്ഛ. മായ ചേച്ചി എന്തായാലും ഇങ്ങെത്തും. അതെന്താടാ നിനക്ക് അത്രയും ഉറപ്പ്? മുത്തച്ഛൻ മരിച്ചു ഞാൻ കമ്പി അടിച്ചേ. മുത്തച്ഛ, ആശാരി വന്നു, സഹായിക്കണോ? വേണ്ട വേണ്ട വേണ്ട. ആശാരി കിടപ്പിലായിരുന്നു.
ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരിന്നേ ആംബുലൻസും പിടിച്ചിഞ്ഞു പോകുന്നു. എന്റെ കറപ്പായി, നീ ഇപ്പോഴും ജീവനോടുണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞ ഈ കോവണി 60 കൊല്ലം കാരിരും പോലെ കിടന്നില്ലേ മൂപ്പിൽസ് നായരെ. ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? കഴിവേറി ഞാനാ. അല്ല, അത് ചവിട്ടി പൊളിക്കാനും വേണം ഇത്തിരി കരുത്ത്. അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രമേ ഉള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്. എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനവും ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ. ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. സമയം കളയാതെ നീ വേഗം വീട്ടിലേക്കല്ലേ. ഇനിയും നീ വൈകിയ ചിലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ അതൊരു പ്രശ്നമാക്കണ്ട. അതൊരു മരണം നടന്ന വീടല്ലേ ദാസ. നമ്മളായിട്ട് എന്തിനാ അവരുടെ സന്തോഷം കളയുന്നത്? അത് നേരാ, ആ സന്തോഷം കളയണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി മാത്രം പോയാൽ മതി. ആ, നീയും ഇവളുടെ കൂടെ പോയി അവിടത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പഠിക്ക്. അകത്ത് കയറണ്ട. ആ, അത് ഞാൻ ഏറ്റു. 1-2 ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം. തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട. സമയമാകുമ്പോ പറഞ്ഞാൽ മതി. എനിക്കെന്തോ ഒരു പേടി പോലെ. ആ, നീ ധൈര്യമായിട്ട് ചെല്ല്. നിന്റെ മുത്തച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഇതാണോ ചേച്ചിയുടെ വീട്? ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി, വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കൺട്രോൾ വേണം, കൺട്രോള്. കിടക്കുന്നു മുത്തച്ഛനെ. അല്ല, മൂപ്പിനാര് കാറ്റുപോയോ? മോളെ, പടിവരെ എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. സാറേ, സാറേ, ഏ ആ പ്രശ്നമായി സാറേ. ഉം. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിക്കാൻ വന്ന വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറൊരു മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ഹോ. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായിക്ക് എന്തു പറ്റി? ഹ, ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളുടെ ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പം മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചു മൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല.